ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. എറണാകുളം CJM കോടതിയിലാണ് ഹാജരാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതെ അതിര, ഒരുപാട് നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. നേരത്തെ 11 മണിക്കും 11:30ക്കും 12 മണിക്കും എല്ലാം തന്നെ ഹാജരാക്കുമെന്ന് വിവരം നൽകിയെങ്കിലും ആ സമയത്ത് ഒന്നും തന്നെ പ്രതിയുമായി ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടും പ്രതിയുമായി എത്തിയിരുന്നില്ല. കോടതിയുടെ സമയം കൂടി മാനിച്ചാണ്, അല്ലെങ്കിൽ കോടതിയുടെ സമയക്രമീകരണം കൂടി മാനിച്ചാണ് പ്രതിയെ ഹാജരാക്കുക എന്നുള്ള ഒരു സൂചനയും ലഭിച്ചിരുന്നു. എന്നാൽ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനകം തന്നെ കോടതിയിൽ ഹാജരാക്കണം എന്നതാണ് നിയമം. കൃത്യം 12:50 തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യം 12:50 പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് പ്രശസ്ത അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ്. രാമൻ പിള്ള 11 മണിയോട് കൂടി തന്നെ കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ എന്താകും, അല്ലെങ്കിൽ വാദം ഏത് രീതിയിലാണ് പോകുന്നത് എന്നെല്ലാം കോടതി ക്രമീകരണങ്ങൾ കഴിഞ്ഞതിനു ശേഷം നമുക്ക് കേസിന്റെ വിധിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും വാദിക്കുന്ന പ്രതിക്ക് വേണ്ടി വാദിക്കുന്നുണ്ടായിരിക്കുക കസ്റ്റഡിയിൽ ജാമ്യം അനുവദിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. കാരണം പ്രതിക്ക് വേണ്ടി വക്കീൽ വാദിക്കുന്നുണ്ടായിരിക്കുക ജാമ്യം അനുവദിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അതേസമയം തന്നെ പ്രോസിക്യൂഷൻ കസ്റ്റഡിയിൽ വിട്ടുതരണം എന്നുള്ള ഒരു കാര്യവും ഒരു വാദവും ഉയർത്തും. കാരണം ഇത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ആവശ്യകത അവിടെ ഉണ്ട് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുതരണം എന്നുള്ള രീതിക്കുള്ള വാദം തന്നെ ആയിരിക്കും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അതാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് കുറച്ച് മണിക്കൂറുകളിനുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം എന്താണ് ഈ ഒരു നാടകീയതയുടെ ഇത്രയും മണിക്കൂറുകൾ ഒരു നാടകീയ രംഗങ്ങൾക്കെല്ലാം ശേഷമാണ് ഇപ്പോൾ പ്രതിയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഇതിന്റെ എങ്ങോട്ടാണ് കൃത്യമായിട്ടുള്ള ഒരു രൂപം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് മണിക്കൂറുകളുള്ളിൽ തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ആതിര, വിജിത, അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. തുടർന്ന് നടപടികൾ എങ്ങനെയാണ്? തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. അതെ അതിര, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ അതേസമയം പ്രോസിക്യൂഷൻ കസ്റ്റഡിയിൽ വിട്ടുതരണം എന്നുള്ള ഒരു വാദവും ഉയർത്തും എന്നുള്ളതാണ് പറയാനുള്ളത്. കോടതിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ച് പറയുന്നത്. താൻ ചെയ്ത തെറ്റിൽ ഒരു ഇത്തിരി പോലും പശ്ചാത്തപിക്കുന്നില്ല എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രതികരണങ്ങളിൽ നിന്നെല്ലാം ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിനകം തന്നെ ഹണി റോസും രാഹുൽ ഈശ്വറും എല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിലൂടെ വരുന്നുണ്ട്. അതേസമയം തന്നെ ഡിജിറ്റൽ തെളിവുകൾ കയ്യിലുണ്ടെന്ന സെൻട്രൽ ACPC ജയകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണനയിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ തെറ്റൊന്നും ചെയ്തില്ല എന്നുള്ള പൂർണ്ണ ആ ഒരു വിശ്വാസം എത്ര സമയത്തോളം എന്നുള്ളതാണ് ചോദ്യം. അത് പൊളിയുമോ, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. നിലവിൽ ബോബി ചെമ്മണ്ണൂർ തന്റെ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ ചെയ്തത് തെറ്റല്ല എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ച് തന്നെ മാധ്യമപ്രവർത്തകരുടെ അടുത്തും മൊഴിയിലും എല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആതിര, അതുപോലെ തന്നെ വിജിത, പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടോ? പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരിക്കലും ഇത് ബോബി ചെമ്മണ്ണൂരിൽ മാത്രം അല്ലെങ്കിൽ ഒതുങ്ങുന്ന ഒരു കേസല്ല എന്നുള്ള സൂചനകൾ കൂടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ തന്നെ യൂട്യൂബർമാർക്കെതിരെയും നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ യൂട്യൂബേഴ്സ് അടക്കം അവരെ ആക്രമണം നേരിടുന്നുണ്ട്, അവരിൽ നിന്നെല്ലാം സൈബർ ആക്രമണങ്ങളും നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ രേഖകളും രഹസ്യമൊഴിയും എല്ലാം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസിന് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ട ആവശ്യകതയും കൂടുതലാണ്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും ഉയരുമെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഫോൺ അടക്കം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് വിശദമായ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഡീറ്റെയിൽ രേഖകളൊക്കെ ഇന്നൊരു നിർണായകമായിരിക്കില്ലേ?
നിർണായകമായിരിക്കും. കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ നിലവിൽ കസ്റ്റഡിയിലാണുള്ളത്. ഫോണിൽ നിന്നുള്ള ഫോണിന്റെ പരിശോധന അല്ലെങ്കിൽ കസ്റ്റഡിയിലിരിക്കുന്ന ഫോണിന്റെ കാര്യത്തിൽ പരിശോധന പൂർത്തിയായാൽ മാത്രമാണ് എത്രത്തോളമാണ് ഇത് ഒരാളിൽ നിൽക്കുന്ന കേസാണോ അല്ലെങ്കിൽ അയാളാണോ ഇതിന് പിന്നിൽ, അതോ വേറെ ആരെങ്കിലും എന്തെങ്കിലും ലോബികൾ പോലെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഘടിതമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ഒരു അധിക്ഷേപമാണോ ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടിന് അടിസ്ഥാനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോൺ നിലവിൽ കസ്റ്റഡിയിലാണ്. തുടർ നടപടികൾ അല്ലെങ്കിൽ ഇനിയുള്ള തുടർ നടപടികളിലൂടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് നമുക്ക് അതിൽ എന്താവും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഉറപ്പായിട്ടും ഈ ഒരു കേസിൽ ഫോൺ എന്ന് പറയുന്നത് നിർണായകം തന്നെയാണ്. ഫോണിന്റെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് കൃത്യമായിട്ട് പറയാനാവും എത്രത്തോളമാണ് ആൾക്ക് ഇതിലൊരു പങ്ക്, ബോബി ചെമ്മണ്ണൂരിന്റെ പങ്ക് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ കേസിന്റെ ഇനിയുള്ള അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഫോണിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അതിന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. വിജിത, ഇന്നലെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ അറസ്റ്റിലാകുന്നത്. തുടർന്നുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അതെ അതിര, വളരെ ശരിയാണ്. നാടകീയമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത്. 9:30 ഇന്നലെ വയനാട്ടിലെത്തി എറണാകുളം പോലീസ്, കൊച്ചി സെൻട്രൽ പോലീസ്, എറണാകുളം പോലീസ് വയനാട്ടിലെത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് 7:15 സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം രണ്ട് തവണ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അതിനെല്ലാം ശേഷം ഇന്ന് രാവിലെ കോടതിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നത് 11 മണിക്കും 11:30ക്കും 12 മണിക്കും എല്ലാം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്ന ആളെ എത്തിച്ച് 12:50 കൂടിയാണ് പോലീസ് കോടതിയിൽ എത്തിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് തന്നെ വിമർശനങ്ങളും ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങളും തുടങ്ങിയ കാര്യങ്ങൾ, പ്രതികരണങ്ങളും എല്ലാം തന്നെ ഈ ഒരു കേസിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം ഒരു വലിയ ആരോപണങ്ങളും അതിന് ആരോപണങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കുറച്ച് മണിക്കൂറുകൾ തന്നെയായിരുന്നു ഇത്. ഒരുപാട് രാഹുൽ ഈശ്വർ അടക്കം ഈ ഒരു കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികരണവുമായി വീണ്ടും ഹണിറോസ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു കേസിനാണ് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എന്താവും അല്ലെങ്കിൽ വിധി എന്താണ് എന്നുള്ള ഒരു വലിയ ചോദ്യം അല്ലെങ്കിൽ ഒരു വലിയ ചോദ്യം അവിടെ വരികയാണ്. എന്താണ് ഇനി അടുത്ത നടപടി, എങ്ങനെയാണ് ഇതിന്റെ വിധി പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഒരു നാടകീയ രംഗം സൃഷ്ടിച്ച ഈ ഒരു കേസിന് വിധി എങ്ങോട്ടാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് അതിലൂടെ തെളിയുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. അതിര, ബോബി ചെമ്മണ്ണൂരിന് കൂടുതൽ കുറ്റങ്ങൾ ചുമത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ? നിരവധി പരാമർശങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയും അഭിമുഖത്തിലൂടെയും ഒക്കെ അദ്ദേഹം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും കൂടുതൽ പുതിയ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ ഡിജിറ്റൽ തെളിവുകൾ കയ്യിലുണ്ടെന്നും പുതിയ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണനയിലുണ്ടെന്നും എന്ന് തന്നെയാണ് സെൻട്രൽ ACP ശ്രീ ജയകുമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരിക്കലും നമുക്ക് ഹണിറോസിന്റെ മാത്രം കാര്യത്തിൽ പരിഗണിക്കുമെന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ പൊതുവെയുള്ള പഴയ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ പഴയ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ചാനലിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ, ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഹണിറോസിന്റെ അടുത്ത് മാത്രമല്ല, പൊതുവെ പല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ട് വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു കേസിൽ വിലയിരുത്താനും വളരെയധികം സാധ്യത കൂടുതലാണ്. ഒരിക്കലും ഈ ഒരു ഹണിറോസിന്റെ ഈ ഒരു പരാതിയിൽ മാത്രം ഒതുങ്ങുന്നതായിട്ട് നമുക്ക് ഒരിക്കലും അത് പറയാനായിട്ട് കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വരുമ്പോൾ അതും ഇതിലൊരു വലിയ മാനദണ്ഡമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് വരുന്ന പരാമർശങ്ങളും ആ ഒരു വ്യക്തി ഇത്രയും കാലം നടത്തിയിട്ടുള്ള എല്ലാ പരാമർശങ്ങളും ഇതിൽ പ്രതിഫലിക്കാനും സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അതിനനുസരിച്ച് ഒരു പക്ഷേ പുതിയ വകുപ്പുകൾ ചുമത്താനും ഒക്കെ സാധ്യത ഏറെ കൂടുതലാണ്. കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. എറണാകുളം CJM കോടതിയിലാണ് ഹാജരാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിജിത.